കനത്ത മഴയിൽ എറണാകുളം നഗരത്തിലാണ് വലിയ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. ദേശീയപാതയിൽ ഇടപ്പള്ളിയിലും പേട്ട മരട് റോഡിലുമാണ് വെള്ളക്കെട്ടുള്ളത്. ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി, തൃശൂർ ജില്ലകളിലും ശക്തമായ മഴയാണുള്ളത്. ഇവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. സിജോ വർഗീസ് ഉണ്ട് എറണാകുളത്ത് നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് സനിസ വിവരങ്ങൾ നൽകും. ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് ആഷിക്കും തൃശ്ശൂരിൽ നിന്ന് നടരാജും വിവരങ്ങൾ നൽകും. ആദ്യം സനിസയിലേക്കാണ്. സനിസ, ഇന്നിപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ എന്ത് മുന്നറിയിപ്പുകൾ നൽകുന്നു? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു? സനിസ. ജിൽസി, ഇന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഇന്നും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും, മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ കാറ്റും കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് സമീപമായി തെക്കൻ തമിഴ്നാടിനും കേരളത്തിനും മധ്യയായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ മഴയും കാറ്റും ശക്തമായ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവരും അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. കൂടാതെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത മുന്നറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 7-ാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. തീരദേശത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ്. വ്യാപകമായി മഴക്കെടുതികൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നദികൾക്കരികിലും ഡാമുകൾക്കരികിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപകടകരമായ സാഹചര്യമാണെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ജിൽസി. ശരി സരിസ, എന്തായാലും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ്. 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ എറണാകുളത്തുമൊക്കെ ഇന്ന് റെഡ് അലേർട്ടാണ്. അവിടെ നിന്ന് വരുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്, ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. വിശദാംശങ്ങൾ കൂടി ചോദിക്കാം. സിജോ വർഗീസ് കൂടി വിവരങ്ങൾ നൽകും. സിജോ, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് അതിശക്തമായ മഴയിലേക്കും വെള്ളക്കെട്ടിലേക്കും ഒക്കെ മാറുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? ജിൽസി, എറണാകുളം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1 മണിക്കൂർ മഴ നിർത്താതെ ഒന്ന് പെയ്താൽ എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലാകും, റോഡുകളിൽ വെള്ളം കയറും, ഗതാഗത കുരുക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ്, അക്ഷരാർത്ഥത്തിൽ കുളമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി ടോൾ ഭാഗത്താണ്. ഈ ടോൾ ഭാഗത്ത് ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വെള്ളം അല്പം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വന്ന് നിർത്താൻ പോലും ആകാത്ത സാഹചര്യമാണ്. യാത്രക്കാർ അവിടെ നിന്ന് മാറി പിന്നീട് അപ്പുറത്തേക്ക് കടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കാലങ്ങളായി ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, പ്രായമായിട്ടുള്ള ആളുകൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ബസ് ഈ സ്റ്റോപ്പിൽ നിർത്തേണ്ടതാണ്, പക്ഷേ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ പരിസരത്ത് തന്നെ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ എന്തായാലും ചോദിക്കാം. കാരണം ചേട്ടാ, ഇവിടെ വെള്ളക്കെട്ട് എപ്പോഴും ഉള്ളതാണോ? നല്ലൊരു മഴ പെയ്താൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല വെള്ളം ഇവിടെ വന്നിട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യം ഇല്ല. അതാണ് മെയിനായിട്ട് ഇത്രയും വെള്ളക്കെട്ട് വരാൻ കാരണം. ഇപ്പോൾ കാനയുടെ ശോചനീയാവസ്ഥയാണിത്. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. അതാണ് നിലവിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഈ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ഒരു വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യങ്ങളോ മറ്റ് ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വെള്ളം മറ്റ് സമീപത്തെ പറമ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നെല്ലാം വെള്ളം റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ആ റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്യും. അതുവഴി ആളുകൾക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ല, കടന്നു വരാനുള്ള ഒരു സാഹചര്യമില്ല. നിലവിൽ സമാനമായ സാഹചര്യമാണ് എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പേട്ട മരട് റോഡിലും ഇതുപോലെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇട റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന
പ്രധാനമായിട്ടുള്ള ഒരു സാഹചര്യം. ഇതിനോട് ചേർന്ന് ഈ റോഡിനോട് ചേർന്ന് ഈ ചെറിയ ഓടകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഓടകളിലൂടെ വെള്ളം പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. നമുക്ക് ഈ പല ആളുകളും ഇത്തരത്തിൽ അപകടങ്ങളിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും രാവിലെയൊക്കെ ജോലിക്ക് പോകേണ്ട ആളുകളുണ്ട്, അങ്ങനെ പലയിടങ്ങളിലേക്കും പോകേണ്ട ആളുകളുണ്ട്. പക്ഷേ അവിടങ്ങളിലേക്കൊന്നും ആളുകൾക്ക് സമയത്ത് എത്തിച്ചേരാനാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും റോഡിൻ്റെ പണികളെല്ലാം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അത്തരം പണികളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് അല്ലാതെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് പുറമെയാണ് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതോടുകൂടി വീണ്ടും ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ഭാഗത്ത് നിർത്തേണ്ട ബസ്സുകളൊന്നും തന്നെ, ആ ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ബസ്സുകളൊന്നും അവിടെ നിർത്താൻ സാധിക്കുന്നില്ല. അത് അപ്പുറത്തേക്ക് മാറി ആണ് വീണ്ടും ഈ ബസ് നിർത്തുന്നതും. എന്തായാലും യാത്രക്കാരെ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഈ വെള്ളക്കെട്ട് ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മഴ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ സമയം വെള്ളക്കെട്ട് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും 1 മണിക്കൂർ കൂടി മഴ പെയ്താൽ വീണ്ടും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുകയും ഇത്തരത്തിൽ വാഹനങ്ങൾക്കോ വഴിയാത്രക്കാർക്കോ കടന്നു പോകാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം. സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ, ജോലിക്ക് പോകേണ്ട ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ്. പ്രധാനമായിട്ടുള്ള ഇടമാണ്. എറണാകുളം നഗരപ്രദേശമാണ്, കൂടുതൽ തിരക്കുള്ള പ്രദേശമാണ്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതനുസരിച്ചുള്ള ഗതാഗത കുരുക്കും ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം.